റബീഉൽ മാസം വരുമ്പോ തോരണം കെട്ടി 2 ദഫ് മുട്ടി പാട്ട് പാടിയിട്ട് നമ്മുടെ നബി അവർ ആരാണ്? മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു. നബിയുടെ ഉപ്പ അബ്ദുള്ള, ഉമ്മ ആമിന നബിയാണ്. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ട് മദീനത്ത്. വൈകുന്നേരമായി പോയിട്ട് ഉറങ്ങി. മഗ്രിബുല്ല, ഇശാഉല്ല, സുബ്ഹുല്ല. ഇതിന് മുജാസി വരൂല, സലഫിനെ കിട്ടൂല. അത് മുഹബ്ബത്തിന്റെ ഭാഗമല്ല, അതുകൊണ്ട് നമ്മളെ കിട്ടൂല. അതിന് റസൂലുള്ളാഹി തങ്ങളോടുള്ള മുഹബ്ബത്തിന്റെ ഭാഗം അൽ ഇത്തിബാ. എന്റെ നബി അങ്ങനെയാവലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പോലെ, അല്ലാഹുവിന്റെ റസൂൽ കാണിച്ച പോലെ, റസൂലുള്ളാഹി തങ്ങളുടെ ഇഷ്ടപ്രകാരം പോലെ ഞാൻ എന്റെ ജീവിതം മുഴുവൻ, ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ കുടുംബവും അടുക്കളയും മുഹമ്മദുർ റസൂലുള്ളാഹിയെ പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുഹബ്ബ. അതിന്റെ പേരാ ഇത്തിബാ, അല്ലാണ്ട് പാട്ടുപാടലല്ല. ശരി, വഹാബ് സഖാഫി മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അങ്ങനെയാ. മുഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ നബിദിനം വരുമ്പോൾ 10 ചെമ്പിൽ ബിരിയാണി വെക്കണം, ഇതേപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള പന്തൽ കെട്ടണം, പിന്നെ പിള്ളേരെ പാട്ടും പരിപാടിയിലുണ്ടാകണം, വൈകുന്നേരം ജഗ്ഗും ഗ്ലാസും സമ്മാനം കൊടുക്കണം. ഇന്നത്തെ ഈ വർഷത്തെ ഹുബ്ബുർ റസൂലായി അൽ ഫാത്തിഹ. ഇനി അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് മുഹബ്ബത്തിന് കാണാം. അതിന് ആ കപടതക്ക് സലഫിനെ കിട്ടൂല, ആ കാപട്യത്തിന് സലഫികൾ ഉണ്ടാവൂല. അത് നമ്മുടെ മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, സലഫ് സാലിഹ് പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചില്ല.